ഇസ്രായേലിന്റെ വടക്കൻ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് സിയഫ് ഗലീലി, ഹൈഫ തുറമുഖം ചുറ്റുമുള്ള പ്രദേശങ്ങൾ, രമത് ഡേവിഡ് എയർബേസ്, ഇൻഡസ്ട്രിയൽ കോംപ്ലക്സസ് ഉള്ള പ്രദേശങ്ങൾ, ഇവിടങ്ങളിലെല്ലാം ഇപ്പോൾ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. അവിടെയുള്ള സ്കൂളുകൾ, ജോലി സ്ഥാപനങ്ങൾ എല്ലാം ഉടൻ തന്നെ അടച്ചിടണം. എല്ലാവരും അഭയകേന്ദ്രങ്ങളിലേക്ക് പോകണം. നോർത്തേൺ ഭാഗങ്ങളിൽ പല ഘട്ടങ്ങളിലായി ഹിസ്ബുള്ള അവരുടെ ആക്രമണം നടത്താൻ പോകുന്നുവെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ജാഗ്രതാ നിർദ്ദേശം ഇസ്രായേൽ വടക്കൻ ഭാഗങ്ങളിൽ മുഴുവനും നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന് നന്നായി തന്നെ മനസ്സിലായി ഹിസ്ബുള്ള ഒരു റിട്ടാലിയേഷൻ നടത്തുമെന്ന്. അത്രത്തോളം വലിയ ആക്രമണമായിരുന്നു ഹിസ്ബുള്ളയ്ക്ക് നേരെ കഴിഞ്ഞ 2-3 ദിവസത്തിൽ ഇസ്രായേൽ നടത്തിയത്. ഒറ്റ രാത്രിയിൽ തന്നെ ഒരു 12 മണിക്കൂർ ഗ്യാപ്പിൽ 400 സ്ഥലങ്ങളിൽ ഹിസ്ബുള്ളയുടെ പൊസിഷൻസിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയ അതേ സമയത്ത് വീണ്ടും ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ വലിയൊരു മോശമായ ആക്രമണം നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ 140-ൽ കൂടുതൽ ലോഞ്ചേഴ്സ് ഹിസ്ബുള്ളയുടെ പൊസിഷൻസിൽ നിന്നും ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ 400-ൽ കൂടുതൽ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമിച്ചതിന് ശേഷം പോലും ഹിസ്ബുള്ള ഇപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോവുകയാണ്. ഈ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ സമാധാനം കൊണ്ടുവന്നില്ലെങ്കിൽ തീർച്ചയായും ഇതൊരു റീജിയണൽ വാറായി മാറും. ലോകത്തിലുള്ള പല രാജ്യങ്ങളെ നേരിട്ടും അല്ലാതെയും ഇത് ബാധിക്കും. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. 21-ാം തീയതി ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ്, ഇസ്രായേലിന്റെ സെക്യൂരിറ്റി കൗൺസിൽ രണ്ടുപേർക്കുമിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേർന്നു. ഇത് നടന്ന് അവസാനിച്ചതിനു ശേഷം രാത്രി ഒരു 7 മണി മുതൽ ഇസ്രായേലിന്റെ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ഹിസ്ബുള്ളയുടെ പൊസിഷൻസിന് നേരെ നടന്നു. ഇവയെല്ലാം ഈ ലിതാനി റിവറിൽ നിന്നും ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിൽ ഒരു 12-18 കിലോമീറ്റർ ഇവിടെയായിരുന്നു ഇസ്രായേലിന്റെ എയർഫോഴ്സ് ആക്രമണം നടത്തിയത്. ആവറേജ് പറയുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ 4 മുതൽ 5 എയർ സ്ട്രൈക്ക് പ്രെസിഷൻ ഗൈഡ് മിസൈൽസ് ഉപയോഗിച്ച് ഇസ്രായേൽ നടത്തി. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചിങ് സൈറ്റ്സ് എവിടെയെല്ലാം ഉണ്ട്, ഡ്രോൺ ലോഞ്ചിങ് സൈറ്റ്സ് എവിടെയെല്ലാം ഉണ്ട്, ഇവയെല്ലാം ഇന്റലിജൻസ് ഇൻപുട്ട് ബേസ് ആയി വയ്ക്കുകയും അതിലൂടെ ഈ എയർ സ്ട്രൈക്ക് നടത്തുകയും ചെയ്തു. രാത്രി 2 മണിവരെയും ഈ ഒരു ആക്രമണം നീണ്ടുപോയി. 7 മണി മുതൽ 2 മണി വരെ ഒരു 7 മണിക്കൂർ സമയമുണ്ടായിരുന്നു. ഈ 7 മണിക്കൂറിൽ ഇസ്രായേലിന്റെ എയർഫോഴ്സ് 400 സ്ഥലങ്ങളിൽ ഹിസ്ബുള്ളയുടെ ടാർഗറ്റ്സിന് നേരെ, അതായത് ഹിസ്ബുള്ളയെ ആരെല്ലാമാണോ പിന്തുണയ്ക്കുന്നത് അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ പല പ്രദേശങ്ങളെ ഇസ്രായേൽ ലക്ഷ്യം വെച്ച് ആക്രമിച്ചു. ഇതിൽ സംഭവിച്ച മരണനിരക്ക് റിപ്പോർട്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും മിസ്മാച്ച് ആകുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ 3 പേർ മരിച്ചുവെന്ന് പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ 14-ൽ കൂടുതൽ മരണനിരക്കുണ്ടായി എന്നും പറയുന്നു. എന്നാൽ ഇവയൊന്നും ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ തീർച്ചയായും മരണം സംഭവിച്ചിട്ടുണ്ട്. 73 സ്ഥലങ്ങളിൽ ഫിസിക്കൽ ഡാമേജസ് ഉണ്ടായി. വീടുകൾക്കും നിർമ്മാണ സ്ഥാപനങ്ങൾക്കും ഫാക്ടറികൾക്കും ഇങ്ങനെ 73 സ്ഥലങ്ങളിൽ ഫിസിക്കൽ ഡാമേജ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹിസ്ബുള്ളയെ ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് വീണ്ടും ഇസ്രായേലിൽ ഹിസ്ബുള്ള അവരുടെ റോക്കറ്റ് ആക്രമണം നടത്തി. ഇതിൽ പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളായിരുന്നു ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചത്. സിയഫ് ഗലീലി, ഇത് അപ്പർ ഗലീലി, ലോവർ ഗലീലി എന്നും പറയും, നോർത്തേൺ സൗത്തേൺ പ്രദേശത്തുള്ള ഭാഗങ്ങൾ, അതുപോലെ ഹൈഫ പോർട്ട്, ഹൈഫ തുറമുഖത്തെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ, നസ്രത്ത് റഫേൽ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, കൂടാതെ ഇസ്രായേലിന്റെ രമത് ഡേവിഡ് എയർബേസ്. ഈ 5 പ്രദേശങ്ങളും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിന് ഇരയായി. ഇപ്പൊ ഒരുപാട് പേർക്ക് ഒരു സംശയം വരാം, ഇസ്രായേൽ 400 സ്ഥലങ്ങളിൽ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു എയർ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് എങ്ങനെ ഹിസ്ബുള്ളയെ കൊണ്ട് ഈ ഒരു ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്താൻ കഴിഞ്ഞു? അങ്ങനെയാണെങ്കിൽ അവരുടെ പക്കൽ വീണ്ടും ഒരുപാട് മിസൈൽ പവർ ഉണ്ടോ അല്ലെങ്കിൽ റോക്കറ്റ് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹിസ്ബുള്ളയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഷീൽഡ് നൽകുന്നത് കാർഡുകളാണ്. കാരണം എത്ര തന്നെ ഇസ്രായേലിന്റെ വ്യോമസേന ആകാശത്തു നിന്നും ആക്രമണം നടത്തിയാലും ഹിസ്ബുള്ളയ്ക്ക് ഒരു 5-10 മിനിറ്റ് മാത്രം മതി. എങ്ങനെയാണോ ഗാസയിൽ ടണൽ നെറ്റ്വർക്ക്സ് ഒരുപാടുള്ളത്, അതുപോലെ തന്നെ ലബനനിലുമുണ്ട്. അതുപോലെ ടണൽ നെറ്റ്വർക്ക് എന്നത് ഹിസ്ബുള്ളയുടെ സ്ട്രോങ് ഹോൾഡിൽ ഒന്നാണ്. അവരെ കൊണ്ട് ആ ടണൽ നെറ്റ്വർക്കിൽ നിന്നും വെറും 10 മിനിറ്റ് ഗ്യാപ്പിനുള്ളിൽ മീഡിയം റേഞ്ചുള്ള റോക്കറ്റ്സ് ഫയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിൽ ഫഡിൽ 1, ഫഡിൽ 2 എന്ന 2 മിസൈലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ എയർ അറ്റാക്കിനിടയിൽ തന്നെ അവരുടെ സമയമനുസരിച്ച് ആ ഒരു 1:10 ഇസ്രായേലിനെ നോക്കി വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. ഇതിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ട്. അറബ് മീഡിയാസ് പറയുന്നത് 150 മുതൽ 210 മിസൈൽസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടാകുമെന്ന്. ഇതിൽ കൂടുതൽ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഡയറക്റ്റ് പതിക്കുകയും ഒരുപാട് ആഘാതം സംഭവിക്കുകയും ചെയ്തു. ഒരുപാട് മിസൈൽസ് വഴി ഡാമേജ് സംഭവിച്ചുവെന്നും പറയുന്നു.
എന്നാൽ ഇസ്രായേലിന്റെ ചാനൽസ് പറയുന്നത് അവർ വളരെ കുറഞ്ഞ കണക്കാണ് പറയുന്നത്. ഒരു 10-15 മിസൈൽസിനെ മാത്രമേ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. 3 ഘട്ടങ്ങളിലായി അവർ അത് ലോഞ്ച് ചെയ്തു. അതായത് 40 റോക്കറ്റ്സ് മാത്രമേ അകത്തേക്ക് വന്നിട്ടുള്ളൂ. 35 റോക്കറ്റ്സിന് വരെയും ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു. 1-2 റോക്കറ്റ്സ് മാത്രമാണ് താഴെ വീണ് പൊട്ടിത്തെറിച്ചത്. തീപിടുത്തം ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ചില ഫ്രാഗ്മെന്റ്സ് താഴെ വീണു, അത് കാരണമുണ്ടായ തീ വിപത്താണ് അതെന്നും പറഞ്ഞു. ഇപ്പോ ഈ 2 ഭാഗവും പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ രണ്ടും സത്യമല്ല. സത്യം പറയണമെങ്കിൽ എത്ര റോക്കറ്റ്സ് അവിടെ വീണ് പൊട്ടിത്തെറിച്ചു എന്ന് ചോദിച്ചാൽ മൊത്തം 115 റോക്കറ്റ്സ് ലബനനിൽ നിന്നും ലോഞ്ച് ആയിട്ടുണ്ട്. ഈ 115 റോക്കറ്റ്സ് എന്ന് പറയുന്നതിനേക്കാൾ 115 ലോഞ്ചേഴ്സ് ലബനനിൽ നിന്നും ഇനിഷ്യേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഡ്രോണുമുണ്ട്, റോക്കറ്റ്സുമുണ്ട്, ഫഡിൽ 1, ഫഡിൽ 2 എന്ന മിസൈലുമുണ്ട്. 1:10 10 റോക്കറ്റ്സ് ലബനന്റെ ടയർ റീജിയനിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നു. 3:56 അതിരാവിലെ 3:56 2 ഡ്രോൺസ് ലോഞ്ച് ചെയ്യുന്നു. 4:50 അതായത് 1 മണിക്കൂർ കഴിഞ്ഞ് 20 റോക്കറ്റ്സ് ലോഞ്ച് ചെയ്തു. അടുത്ത ഘട്ടമായി അതിരാവിലെ 6:32 85 റോക്കറ്റ്സ് ലോഞ്ച് ചെയ്തു. വീണ്ടും 6:35 ഇറാഖിലെ ഡയറക്ഷനിൽ നിന്നും 2 അൺനോൺ ഏരിയൽ പ്രൊജക്ടൈൽസ് വരുന്നു. അത് ഡ്രോൺ ആണോ മിസൈലാണോ എന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാഖിലെ ഡയറക്ഷനിൽ നിന്നും 2 പ്രൊജക്ടൈൽസിനെ ഇസ്രായേൽ ഡിഫൻഡ് ചെയ്യുന്നു. ഇതുപോലെ 1 മണിക്കൂർ ഗ്യാപ്പിൽ 2 മണിക്കൂർ ഗ്യാപ്പിൽ ഇവരെ കൊണ്ട് എത്രത്തോളം റീലോഡ് ചെയ്ത് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ കഴിയുമോ അത്രത്തോളം ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഈ 2 ചാനൽസ്, അറബ് ചാനൽസ്, ഇസ്രായേൽ ചാനൽസും ചെയ്യുന്നത് പല കാര്യങ്ങൾ അവർ മറച്ചു വെക്കുകയാണ്, പല കാര്യങ്ങൾ തെറ്റായി പറയുകയാണ്. റോക്കറ്റ് ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഒരു വലിയ തീപിടുത്തം തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ചാനൽസ് മരണം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നും പറയുന്നു. നസ്രത്ത് ഭാഗത്ത് ഒരു വീട് പൂർണ്ണമായും കത്തി നശിച്ചു. അവിടെ 60 വയസ്സുള്ള ഒരു വ്യക്തി മരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഗുരുതരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അവർ ആശുപത്രിയിൽ ഇപ്പോൾ ഏത് അവസ്ഥയിലാണെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു മരണം സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പല വിവരങ്ങൾ പറയുന്നു. അതല്ലാതെ മറ്റു മരണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ റഫേൽ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് അവിടെ എന്തൊക്കെ സംഭവിച്ചു, അതുപോലെ റമ ഡേവിഡ് എയർബേസ് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഹൈഫ പോർട്ട് അതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നു എന്നുള്ളത് ഇതുവരെയും പുറത്തറിയാൻ കഴിഞ്ഞിട്ടേ ഇല്ല. മിനിമം 15 മുതൽ 18 സ്ഥലങ്ങൾക്കുള്ളിൽ ഈ റോക്കറ്റ് ആക്രമണം ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. അതും നേരിട്ട് പതിച്ചാക്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഹിസ്ബുള്ളയ്ക്കുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവരുടെ 115 ലോഞ്ചേഴ്സ് IDFും ഇസ്രായേലിന്റെ എയർഫോഴ്സും ഐഡന്റിഫൈ ചെയ്തു. എന്നാൽ ഈ ഒരു 115ൽ ഒരു 50-50 എടുത്താലും അയൺ ഡോം ഒരു 50% ഇന്റർസെപ്റ്റ് ചെയ്താലും ബാക്കി 50% അകത്തേക്ക് പോകുന്ന റോക്കറ്റ്സ് കൂടുതൽ ആക്യുറസി ഇല്ലാത്ത റോക്കറ്റ്സ് ആണ്. നമ്മൾ ഒരു സ്ഥലം ലക്ഷ്യം വെച്ചാണ് അയക്കുന്നതെങ്കിലും അത് ചെന്ന് പതിക്കുന്നത് അതിലായിരിക്കില്ല, അതിൽ നിന്നും മാറിയായിരിക്കും. അതിനാൽ സംഭവിക്കുന്ന ഡാമേജസും വളരെ കുറവായിരിക്കും. ഒരു 50 റോക്കറ്റ്സ് അകത്തേക്ക് അയച്ചാൽ അതിൽ ഒരു 5 മുതൽ 6 എണ്ണം മാത്രമേ അകത്ത് വിജയകരമായി പെനട്രേറ്റ് ചെയ്ത് പോവുകയുള്ളൂ. എന്നാൽ അതിലും നൽകിയിട്ടുള്ള ടാർഗറ്റിനെ ചെന്ന് ആക്രമിക്കുന്നത് 1-2 എണ്ണം മാത്രം. ഇതാണ് ഹിസ്ബുള്ളയ്ക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. എന്നാൽ ഇവിടെ ഡ്രോൺസ് ഉപയോഗിച്ച് ആക്രമിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ അത് ചെന്ന് പതിക്കും. ഇത്രയും വീടുകളുള്ള ഒരു പ്രദേശത്ത് ഈ ഒരു വീടിനെ മാത്രം ആക്രമിക്കണം, അല്ലെങ്കിൽ ഈ ഒരു മിലിറ്ററി കൺസ്ട്രക്ഷനെ മാത്രം ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഡ്രോൺ എന്നത് ഹിസ്ബുള്ളയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോർത്തേൺ ഭാഗങ്ങളിൽ ഈ 2 ഭാഗങ്ങൾക്കുമിടയിൽ പ്രശ്നങ്ങൾ വളരെ തീവ്രമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 400 സ്ഥലങ്ങളിൽ ഇസ്രായേൽ ആക്രമിച്ചു, പകരം 115 സ്ഥലങ്ങളിൽ ഹിസ്ബുള്ള ആക്രമിച്ചു എന്ന്. ഇത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു എസ്കലേഷൻ ആണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ മാസം 8-ാം തീയതി മുതൽ ഈ 2 ഭാഗങ്ങൾക്കും പ്രശ്നം നടക്കുന്നുണ്ട്. ഇതുവരെയും ഇല്ലാത്ത രീതിയിൽ ഈ 300 റോക്കറ്റ്സ് അയച്ചപ്പോൾ പോലും ഇത്ര വലിയ ഒരു ആഘാതം സംഭവിച്ചിട്ടില്ലായിരുന്നു. ഒരു 3-4 മണിക്കൂർ ഗ്യാപ്പിൽ മാത്രമാണ് അവർ ആക്രമിച്ചത്. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എസ്കലേഷൻ ആണ്. വീണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ് ഉപയോഗിച്ച് ഗോലാൻ ഹൈറ്റ്സിൽ ഒരുപാട് മിലിറ്ററി വെഹിക്കിൾസിനെ ഹിസ്ബുള്ള ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തന്നെ അവരിത് പറഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയൊരു തുടക്കം മാത്രമാണ്. പേജേഴ്സ് എക്സ്പ്ലോഷന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഇനീഷ്യൽ റെസ്പോൺസ് ആണിത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ ഞങ്ങളുടെ പ്രതികരണം എന്നത് വളരെ ഗുരുതരമായിരിക്കും. ഇസ്രായേൽ ഇവയ്ക്കെല്ലാം പേ ചെയ്യേണ്ടി വരും. ഇസ്രായേൽ ലബനനിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവയ്ക്കെല്ലാം അവർ മറുപടി പറയും. ഇത് ഞങ്ങളുടെ തുടക്കം മാത്രമാണ്, വീണ്ടും ഞങ്ങൾ ആക്രമിക്കുമെന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റിലൂടെ പറഞ്ഞു. അതേസമയം ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് വീണ്ടും വിളിച്ചുകൂട്ടുന്നു. ഇസ്രായേലിന്റെ സെക്യൂരിറ്റി കൗൺസിൽ, ഡിഫൻസ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ നേതൃത്വത്തിൽ വീണ്ടും വിളിച്ചുകൂട്ടുകയാണ്. ഈ സ്ഥലത്ത് ഇസ്രായേലിന്റെ പ്രതികരണം എന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. ഇവയ്ക്കെല്ലാം അവർ തയ്യാറായി കഴിഞ്ഞു.
ഇസ്രായേലിന്റെ 90th ടാങ്ക് ഡിവിഷൻ ഇപ്പോൾ ലെബനൻ അതിർത്തിയിൽ തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എപ്പോഴാണ് ഒരു ഗ്രീൻ സിഗ്നൽ ലഭിക്കുക എന്ന് കാത്തിരിക്കുകയാണ്. കാരണം ഗാസയ്ക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നതായൊന്നും പുറം ലോകം അറിയുന്നില്ല. ഒരു ദിവസം മുൻപ് പോലും സെൻട്രൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ എയർ സ്ട്രൈക്കിൽ 11 മുതൽ 15 വ്യക്തികൾ മരിച്ചിരിക്കാമെന്ന ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ അവരുടെ യുദ്ധം ഗാസയിൽ നിന്നും നോർത്തേൺ ഭാഗങ്ങളെ നോക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഇത് അമേരിക്കയോ മറ്റു രാജ്യങ്ങളോ ചേർന്ന് തടഞ്ഞില്ലെങ്കിൽ അടുത്ത ലബനൻ യുദ്ധം എന്നത് വലിയ പ്രത്യാഘാതങ്ങൾ തീർച്ചയായും സൃഷ്ടിക്കും. ഇതിൽ ഈ രണ്ട് വിഭാഗത്തിനും, ഈ രണ്ട് രാജ്യത്തിനും ചിന്തിക്കേണ്ട സമയം വളരെ കുറവാണ്, പ്രതികരിക്കേണ്ട സമയം വളരെ വളരെ കുറവാണ്. US ഇലക്ഷൻസ് ചൂടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാധ്യമങ്ങളുടെ ശ്രദ്ധയും അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ എല്ലാ ശ്രദ്ധയും അങ്ങോട്ടേക്ക് തിരിയും. ആ സമയത്ത് മിഡിൽ ഈസ്റ്റിൽ ഒന്നും സംഭവിക്കാത്തതുപോലെയൊക്കെ നമുക്ക് തോന്നും. ഇതിനിടയിൽ വെസ്റ്റ് ബാങ്കിലെ റമല്ലയിൽ അൽ ജസീറയുടെ ഒരു ഓഫീസിനെ ഇസ്രായേലിന്റെ IDF ഫോഴ്സസ് ചേർന്ന് റെയ്ഡ് നടത്തി. 45 ദിവസത്തേക്ക് ആ ഓഫീസ് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുകയും പൂർണ്ണമായി അടച്ചുപൂട്ടുകയും ചെയ്തു. അവിടെ യാതൊരുവിധ പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന്. കാരണം മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ആ ഭാഗത്തേക്ക് തിരിയുമ്പോൾ ഒരു നിഴൽ യുദ്ധം അവിടെ സംഭവിക്കും. ആ നിഴലിനുള്ളിൽ ആര് യുദ്ധം ചെയ്താലും അത് യാതൊരു മീഡിയയും പുറത്ത് കാണിക്കില്ല. പുറം ലോകം ആരും അതറിയില്ല. ഇവയെല്ലാം അവസാനിച്ചതിനു ശേഷം, നാശം സംഭവിച്ചതിനു ശേഷം മാത്രമേ വാർത്തകളെല്ലാം പുറത്തു വരികയുള്ളൂ. അപ്പോൾ പ്രതികരിക്കേണ്ട സമയമെന്നതും ഇവിടെ വളരെ വളരെ കുറവാണ്. അതിനാൽ ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സമാധാനം കൊണ്ടുവന്നില്ലെങ്കിൽ വീണ്ടും അറബ് രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ്, ഇസ്രായേൽ, ഇറാഖ്, ലബനൻ, ഇറാൻ ഇവരെല്ലാവരെയും ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധം ഇവിടെ തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.